ഇമാമിനെ അനുസരിച്ചുകൊണ്ട്, പള്ളിയിലുള്ള ഉസ്താദന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് അവര് പള്ളിയിൽ വെച്ച് പ്രഭാഷണം നടത്തിയിട്ട് പള്ളിയിലേക്ക് കടക്കൂ എന്ന് പറയുമ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് ജംഗ്ഷനിലൂടെ കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ, നീ നാളെ മരിച്ച് ഖബറിലേക്ക് പോകാൻ നിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നെ എടുത്ത് കിടത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ ഈ പള്ളിയിലെ ഉസ്താദാണ് കേട്ടോ. നീ ധിക്കരിച്ചു പോകണ്ട. പള്ളിയിലെ ഉസ്താദന്മാര് ശമ്പളക്കാരാണ്, അവര് ജോലിക്കാരാണ്, അവര് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവഹേളിച്ചു കളയണ്ട. അവരുടെ ജോലിക്ക് ശമ്പളം നൽകാൻ ലോകത്തിലെ സമ്പാദ്യത്തിന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുത്താൽ ഈ ദുനിയാവിലെ മുഴുവൻ സമ്പത്ത് നൽകിയാലും അതിന് പകരമാവില്ല കേട്ടോ. അതുകൊണ്ട് ശമ്പളത്തിനല്ല ജോലി ചെയ്യുന്നത്, അവര് ചെയ്യുന്നത് സേവനമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ആഖിറത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ, ജനങ്ങൾക്ക് പ്രബോധനം നടത്താൻ, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ. അയ്യഹുദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരാൾ ഞാൻ മുഖേന സത്യത്തിന്റെ പന്ഥാവിലേക്ക് വന്നാൽ അത് ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഖൈറാണ് എന്ന് ഞങ്ങളുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സമ്പത്തിന്റെ പിന്നാലെ പോകാതെ, ദുനിയാവിന്റെ പിന്നാലെ പോകാതെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഈ ജോലിയിൽ ഏർപ്പെടുന്നതെന്ന് വിസ്മരിച്ച് പോകണ്ട. 10 വർഷം ഓതിപ്പടിച്ച കിതാബിന്റെ ബുദ്ധി കൊണ്ട് ബിസിനസിന്റെ മേഖലയിലേക്ക് ചിന്തിച്ചാൽ കോടികൾ വാരിക്കൂട്ടാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കും കേട്ടോ. അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ഓരോ വീടുകളിലേക്കും ദീനിന്റെ പ്രവർത്തനവുമായി ഇറങ്ങുന്നത് അതിന്റെ പ്രതിഫലം ആഖിറത്തിലെത്തുമ്പോൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, ധാരാളം ഞങ്ങളുടെ ഉസ്താദന്മാര് മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിയ ജീവിതം നീ സുഖത്തിലാക്കണേ റഹ്മാനേ. അവരുടെ ഖബറിയ ജീവിതം നീ ഖൈറിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസം ഞങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. ഞങ്ങളുടെ ഖൽബ് മുഴുവനും കറകളാണ് റബ്ബേ. ഞങ്ങളുടെ മനസ്സ് മുഴുവനും പാപഭംഗിലമാണ് റബ്ബേ. ഞങ്ങളെല്ലാം നിന്നിലേക്ക് തുറന്നു വെക്കുന്നു റഹ്മാനേ. ഞങ്ങളെല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു റഹ്മാനേ. ഞങ്ങളുടെ പാപങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ലജ്ജിക്കുന്ന വിധത്തിൽ ഞങ്ങളതാ നമ്മുടെ ശിരസ്കരായി നിൽക്കുന്നു റഹ്മാനേ. അവന്റെ മുന്നിലേക്ക് ചെല്ലേണ്ടത്, നിസ്കാരപ്പായ വിരിക്കേണ്ടത്, പള്ളിയിലേക്ക് ചെല്ലേണ്ടത്, ചെന്നുകൊണ്ട് റഹ്മാനായ റബ്ബേ, പാപങ്ങൾ ധാരാളം ചെയ്തുപോയ റഹ്മാനേ എന്ന് റബ്ബിന്റെ സമക്ഷത്തിലേക്ക് കരങ്ങളും ഉയർത്തിക്കൊണ്ട് നീ ചെല്ലോ. നിന്റെ തൗബയുടെ ഓരോ വാചകങ്ങള് ഭിന്നതാമത്തി മുഖ്ലിയ وبعزم ترك الذنب فيما استقبلا. ഈ സദസ്സുകൊണ്ട് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ, ഒരാളെങ്കിലും പള്ളിയിലേക്ക് കയറി തൗബ ചെയ്താൽ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി ചിലവാക്കിയ 1 ലക്ഷമല്ല 2 ലക്ഷമല്ല എത്ര രൂപയായാലും അതിന് ആഖിറത്തിൽ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പള്ളിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഉത്ലുബ് മത്താപം ഭിന്നതാമത്തെ മുഖ്ലിയ. മോനെ, റബ്ബിലേക്ക് നീ
അലിഞ്ഞു ചേർന്നുകൊണ്ട് മുറിഞ്ഞു വീണുകൊണ്ട് നീ നിന്റെ പാപങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞോ. എത്ര പാപങ്ങളാണ് നീ ചെയ്തത്? അല്ല വേണ്ടാന്ന് പറഞ്ഞതല്ലേ? പടച്ചവൻ തന്ന വെള്ളമാണല്ലോ നീ കുടിച്ചത്. രാവിലെ എഴുന്നേൽക്കുന്ന നീ റബ്ബിന്റെ വെള്ളമാണല്ലോ കുടിക്കുന്നത്. വന്ദൽനാ മിനസ്സമായി മാഅം മുബാറക, ആകാശത്തിൽ നിന്ന് മഴ കുറിച്ചത് അല്ലാഹുവാണ്. വെള്ളമില്ലാതെ നെട്ടോട്ടമോടിയ സഹോദരിമാരെ കുടങ്ങളും പിടിച്ചുകൊണ്ട് മൈലുകളോളം ദൂരെ പോയി വെള്ളത്തിന് കാത്തുനിന്ന് വീട്ടിലേക്ക് വിയർത്തു കുളിച്ച് എത്തി ആ വെള്ളം തന്നെ കുടിച്ച് ദാഹം തീർക്കേണ്ടുന്ന വിഷമത്തിലേക്ക് എത്തിയ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ കണക്ഷൻ കട്ടായപ്പോൾ, മഴയെന്ന പ്രതിഭാസം നിലച്ചപ്പോൾ നീ വലഞ്ഞത് കണ്ടോ? അതാണ് റബ്ബ് തആല പറഞ്ഞത്, വഅൻസൽനാ മിനസ്സമായി മാഅം മുബാറക, ബറക്കത്തായ വെള്ളം, അനുഗ്രഹമായ വെള്ളം. അത് അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് നൽകുന്നത്. ആ വെള്ളമാണല്ലോ നീ കുടിക്കുന്നത്. അത് കുടിച്ചിട്ടാണല്ലോ നീ നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ നീ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഭൂമിയിൽ നടക്കുന്നത്. ഓ മനുഷ്യ, അല്ലാഹയാണല്ലോ നിനക്ക് ഭക്ഷണം നൽകുന്നത്. നീയൊന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നൊന്ന് നോക്കൂ. എത്രയോ രോഗികളാണ് അവിടെ കിടക്കുന്നത്. RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ധാരാളം പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു, റബ്ബേ അവരുടെ രോഗം നീ ശിഫയാക്ക് റഹ്മാനേ. ഒരിറ്റ് ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാതെ, ഒരിറക്ക് വെള്ളം ഇറക്കാൻ കഴിയാതെ എത്രയോ പേര് വിഷമിച്ച് കിടക്കുന്നുണ്ട്. റബ്ബേ, അത്തരത്തിൽ അല്ലാഹു നമ്മെ ആക്കിയില്ലല്ലോ, അത്തരത്തിൽ പ്രയാസം നൽകിയില്ലല്ലോ. അല്ലാഹു തആലയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവനെ ധിക്കരിച്ചുകൊണ്ടാണല്ലോ ഈ ദുനിയാവിൽ നീ നടന്നത്. എന്നിട്ടും അല്ലാഹു നിന്നെ ഇവിടെ സംരക്ഷിക്കുന്നില്ലേ? അല്ലാഹു നിന്നെ ഇവിടെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ? ഒരു ഉമ്മയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട 2 വയസ്സുള്ള കുഞ്ഞുമകൻ, ആ കുഞ്ഞുമകൻ നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അത് കുപ്പി ഗ്ലാസ്സിൽ വേണമെന്ന് വാശി പിടിച്ച്, ധാരാളം വാശി പിടിച്ച് കുപ്പി ഗ്ലാസ്സിലേക്ക് ആ വെള്ളം ഒന്നിറ്റിച്ചു കൊടുക്കുമ്പോൾ ആ മകൻ ആ വെള്ളവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് ആ കുപ്പി ഗ്ലാസ് താഴെയൊന്നിട്ട് പൊട്ടിച്ചാൽ 10 മാസം ചുമന്നു വെച്ച ഉമ്മയായ നിങ്ങൾ ആ പിഞ്ചോമന പൈതലിനെ ഒരടി അടിക്കുമോ ഇല്ലയോ? അടിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇതേ ഒരു ഉദാഹരണം റബ്ബിലേക്ക് ഒന്ന് നീട്ടി നോക്കൂ. ഇന്ന് രാവിലെ ഉറക്കമുണർന്നത് മുതൽ ഇതുവരെയായിട്ട് റബ്ബിനെതിരെ എത്രയോ പ്രവർത്തനങ്ങളാണ് നാം ചെയ്തത്. ഒരൊറ്റ ഹറാമിന് ഒരടി, ഒരു ശിക്ഷ എന്ന രൂപത്തിൽ അല്ലാഹു നമ്മെ ശിക്ഷിച്ചാൽ സുബ്ഹാനല്ലാഹ്, നമ്മെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? അതാണ് അല്ലാഹു തആല ഗഫൂറുർ റഹീം, എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാ കരുണയുള്ളവനാണ്. ആ റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തൂ, സർവ പാപങ്ങളും എണ്ണി പറയൂ. രഹസ്യമായി പറഞ്ഞ്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം റബ്ബിലേക്ക് തുറന്നു വെക്കൂ. അവൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നതാണ്, അവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി, ഒരടിമ അല്ലാഹുവിലേക്ക് എല്ലാം ഏറ്റുപറഞ്ഞാൽ, ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞാൽ അത് അല്ലാഹ്ക്ക് വലിയ വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇത്ര തെറ്റ് ചെയ്തു പോയി, റബ്ബെനിക്ക് പുറത്തു തരുമോ? ഞാൻ എത്രയോ പാപങ്ങൾ ചെയ്തു പോയി, ഞാൻ കള്ളുഷാപ്പ് നടത്തുന്നവനാണ്, ഞാൻ മദ്യക്കച്ചവടം നടത്തുന്നവനാണ്, ഞാൻ ചൂതാട്ടം നടത്തിയവനാണ്, ഞാൻ വാണിഭം നടത്തിയവനാണ്, ഞാൻ ആർക്കും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഞാൻ
വളരെയധികം മോശമായി നടക്കുന്നവനാണ് എന്ന് ചിന്തിച്ചു പോകണ്ട. അള്ളാഹുവിന്റെ ദർബാർ വളരെ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെ സഹാബികൾ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെ സഹാബികൾ ഇരിക്കുകയാണ്. ഇരിക്കുന്ന ഘട്ടത്തിൽ നബി തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ഓ സഹാബാ, എല്ലാ പാപവും അല്ലാഹുവിലേക്ക് നിങ്ങൾ സമർപ്പിക്കൂ. അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. എല്ലാ സ്വഹാബികളും ഇങ്ങനെ നബി തങ്ങളുടെ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഒരു സഹാബി മാത്രം കരയുകയാണ്.